മലയാളി പ്രേക്ഷകർ ഏറെക്കാലമായി കാത്തിരുന്ന ചിത്രമാണ് ആടുജീവിതം. നോവലിന്റെ വിഷ്വലൈസേഷൻ എങ്ങനെയുണ്ട്, കഥാപാത്രങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ ഏറെ ക്യൂരിയോസിറ്റിയോടെ കാത്തിരുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൽ ആദ്യ സിനിമയുടെ ഒരു ബാരിയറുമില്ലാതെ തന്റെ കഥാപാത്രത്തെ അതിമനോഹരമാക്കിയ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഗോകുൽ. ഹക്കീം എന്ന കഥാപാത്രത്തിലൂടെ മലയാളിയുടെ മനസ്സ് പിടിച്ചുകുലുക്കിയ ആ നടനിലേക്ക് അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം. സ്വാഗതം. ആദ്യ ചിത്രമാണ്, ഒരു മലയാളികൾക്ക് പരിചിതമായ ഒരു നോവലിലെ പരിചിതനായ ഒരു കഥാപാത്രവുമാണ്. എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? ഹക്കീം എന്നുള്ള ഒരു കഥാപാത്രം നമ്മളെല്ലാവരും ആടുജീവിതം വായിച്ച നെഞ്ചിലേറ്റിയ എല്ലാവരും, മലയാളികളാവട്ടെ, അത് ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചവരാവട്ടെ, എല്ലാവർക്കും ഒരു നനവായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഹക്കീം എന്നുള്ളൊരു കഥാപാത്രം. അപ്പോൾ വായിച്ച ഇത്രയധികം ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ആയിരുന്നു ഞാനും. ആ കഥ വായിച്ചിട്ട്, ആ നോവൽ വായിച്ചിട്ട് വിഷമത്തോടുകൂടി ഇരുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക, അതൊക്കെ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു എല്ലാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലസ്സി സാറും രാജുവേട്ടനും ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ള ടെക്നീഷ്യന്മാരും കൂടിയുള്ള ഓരോരുത്തരും എന്നെ ആ ഒരു കഥാപാത്രമായിട്ട് എന്നെ ഹക്കീമേ എന്നാണ് സെറ്റിലൊക്കെ എന്നെ ഹക്കീമേ തന്നെ വിളിച്ചിട്ടില്ല. ഗോകുലൊന്നും ആരും വിളിക്കാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെതായിട്ടുള്ള രീതിയിൽ റിസർച്ചുകളും ഹോംവർക്കുകളും അവൻ്റെതായിട്ടുള്ള ബാക്ക് സ്റ്റോറികൾ എഴുതുക, പിന്നെ ഒരു ചില സീനുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക എഫേർട്ട് ഇടുക, പിന്നെ ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, ആദ്യം തടി കൂട്ടുക, പിന്നെ തടി കുറയ്ക്കുക എന്നൊക്കെ ഉള്ള കുറേ അധികം മെൻ്റൽ ടോള് കിട്ടുന്ന കുറേ അധികം എഫേർട്ടുകൾ. പിന്നെ മെൻ്റലി ഇവരുടെയൊക്കെ അവസ്ഥ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മെൻ്റലി കുറച്ച് എന്താ പറയുക, കുറച്ച് വിഷമം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതിനെ പറ്റിയിട്ട് തന്നെ കുറേ കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അതൊക്കെ എന്താ പറയുക, അങ്ങനെയൊക്കെ കുറേ അധികം പ്രിപ്പറേഷൻസ് ഇതിനു വേണ്ടിയിട്ട്. ഇപ്പോൾ കുളിക്കാതിരിക്കുക, അവൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ, അവൻ അനുഭവിച്ച കുറച്ച് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാളെ ചുറ്റുപാടിൽ ജീവിച്ച ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കുക എന്നുള്ളത് എന്താ പറയുക, സ്വപ്നം പോലും കാണാൻ പറ്റിയ ഒന്നും പോലും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. എക്സ്പെരിമെന്റ് ഒക്കെ ഇപ്പോൾ സക്സസ് ആയി എന്നുള്ളൊരു എന്താ പറയുക, ഒരു പ്രൗഡ് ഫീലിംഗ് ആണല്ലോ. ആ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തതിനൊക്കെ ഒരു ഫലം ഉണ്ടായി എന്നുള്ളൊരു പ്രൗഡ് ഫീലിംഗ് ആണ് ഇപ്പോൾ തോന്നുന്നത്. മൊത്തത്തില് ഒരു തിയേറ്ററിലായാലും ഇപ്പൊ സുഹൃത്തുക്കളുടെ ഇടയിലായാലും അല്ലെങ്കിൽ കോവർക്കേഴ്സിന്റെ ഇടയിലായാലും ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഹക്കീമിനെയാണോ അവര് കണ്ടത്, ഗോകുലിനെയാണോ സിനിമയ്ക്ക് ശേഷം? ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വനിതയിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർ നാട്ടിൽ നിന്ന് തന്നെ ഒരു എമർജൻസി ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് തന്നെയാണ് എൻ്റെ വീട്ടുകാരൊക്കെ കണ്ടത്. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞത് അവര് ഇല്ല, ഗോകുലിനെ, സ്വന്തം മോൻ മരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞ, അതായത് മോനായിട്ടല്ല കഥാപാത്രമായിട്ട് മരിക്കുന്നത് കണ്ട് കരഞ്ഞു പോയിട്ടുണ്ടെന്നാണ് അമ്മയൊക്കെ വിളിച്ചത്. ഒരു ചെറിയൊരു ഇടറിച്ചോടൊക്കെ അമ്മ വിളിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ അമ്മ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. ഓക്കെ, അതിനെടുത്ത എഫേർട്ടുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, ആദ്യമായിട്ടാണ്. അപ്പോൾ അമ്മയും സർപ്രൈസ്ഡായി, എല്ലാവരും സർപ്രൈസ്ഡ് ആണ്. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രയോ മുകളിലാണ് നീ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവര് എന്താ പറയുക, കുറേയൊക്കെ എന്താ പറയുക, ഹക്കീമിനെയാണ് കണ്ടത് ഒരു കഥാപാത്രമായിട്ടാണ് ഒരു സിനിമ. പിന്നെ ആ സിനിമയുടെ ഒരു ബ്യൂട്ടിയും അങ്ങനെ തന്നെയാണ്. ആ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നജീബിക്കയുടെ ആ ഒരു ജേണിയിലേക്ക് നമ്മുടെ പ്രേക്ഷകനെ വലിച്ചഴക്കുന്ന കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ആ ഒരു സിനിമ മൊത്തം. ബ്ലസ്സി സാറുടെ ഒരു ബ്രില്യൻസ് ആണ് അപ്പോൾ ആ ഒരു യാത്രയിൽ കൂടെ നജീബിക്കയുടെ കൂടെ യാത്ര ചെയ്യാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ പ്രേക്ഷകനും നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഹക്കീമും ഇബ്രാഹിം ഖാദരിയും നജീബും സൈനുവും എല്ലാം അവരുടെ പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇടം പിടിച്ചത്. ഇതിപ്പം പിന്നെ ഹക്കീമും നജീബും ഇബ്രാഹിമും ഒക്കെ, ഈ 3 പേരാണ് ശരിക്കും പ്രേക്ഷകരെ ഈ കഥ കൊണ്ടുപോകുന്നത് തന്നെ. ഈ 3 പേരാണ്. നജീബ് സെൻട്രൽ ക്യാരക്ടറാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഹക്കീമിന്റെ റോള് തീരെ ചെറുതല്ല.
അത്തരത്തിലൊരു വലിയ ടാസ്ക്കാണ് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഗോകുലിന്റെ ചുമലിലേക്ക് വെച്ചു തന്നത്. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് കുറെ പ്രിപ്പറേഷൻസ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഗോകുലിന്റെ ഒരു തയ്യാറെടുപ്പുകളൊന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ കഥാപാത്രം നമ്മളിപ്പോൾ ഇപ്പോൾ ഗോകുൽ എന്നുള്ള ആള് ഇന്നിവിടെ നിൽക്കുന്ന 24-ാം വയസ്സിൽ, ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്ന എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് 24 കൊല്ലത്തോളം എൻ്റെ ഉള്ളിൽ ലെയറുകളായിട്ട് വന്നിട്ടുള്ള ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളൊക്കെയാണ് ഗോകുലിൽ നിന്നുള്ള വ്യക്തി. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹക്കീമിന് അന്ന് അവൻ ആ 17 വയസ്സ് വരെ ഉള്ള 22 വയസ്സുകൾ എല്ലാ എക്സ്പീരിയൻസും ഓരോ അനുഭവങ്ങളാണ് അവനെ ആക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള തരത്തിലുള്ള കുറച്ച് ബാക്ക് സ്റ്റോറികൾ, അവൻ്റെതായിട്ടുള്ള കുറെ ബാക്ക് സ്റ്റോറികൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വരയില്ലേ, ഇത് ഗോകുലിന് കിട്ടിയത് ബാത്റൂമിൽ നിന്ന് വേണ്ടിയിട്ടാണ്, പക്ഷെ ഹക്കീമിന് കിട്ടിയത് സൈക്കിളിൽ നിന്ന് വേണ്ടിയിട്ടാണ്. അവന് കാമുകിയുണ്ട്, അവന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ഹക്കീമിനെ ഒന്ന് ഫ്രെയിം ചെയ്യാനുണ്ട്. അതായത് മൊത്തത്തിൽ അവന്റെ അനുഭവങ്ങളാണ് അവനെ ആക്കുന്ന ഘടകം, ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കുറെ മെന്റൽ ആയിട്ടുള്ള വർക്കുകൾ, ഒരു കുറച്ച് റിസർച്ചുകൾ, പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ചധികം റിസർച്ചുകൾ. കാരണം നമുക്കറിയില്ല ഒരു 2-3 ദിവസമൊക്കെ വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കാരണം നമുക്കറിയില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂട്യൂബിലും നെറ്റിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുക, ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രതികരിക്കുക എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുക. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും. അത് ഞാൻ സിനിമയിലെ സീനുകളായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ബ്ലസ്സി സാർ ഇതൊക്കെ ഓൾറെഡി ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ടും ബ്ലസ്സി സാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ പോകുന്ന സമയത്ത് ബ്ലസ്സി സാർ ഓൾറെഡി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സീനിൽ എങ്ങനെയൊക്കെയാണ് ഇവര് ബിഹേവ്. ബ്ലസ്സി സാർ കണ്ട ക്യാരക്ടറിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്നാണ്, അങ്ങനെയാണ് ബ്ലസ്സി സാർ എന്നോട് പറഞ്ഞത്. ഇതിന്റെ ഒരു പാക്കപ്പിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് എന്റെ സീനൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാക്കപ്പിന്റെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഇവരെന്നെ പ്രാങ്ക് ചെയ്തു എല്ലാവരും കൂടി. എന്റെ സീനൊക്കെ കഴിഞ്ഞ് ഞാൻ റിലാക്സ് ചെയ്യായിരുന്നു. ഒരു 800 മീറ്ററോളം പോയിട്ട് അവിടെ ഒരു കാറിൽ ഞാൻ റിലാക്സ് ചെയ്യായിരുന്നു. എന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് സീന് കഴിഞ്ഞോ എന്നുള്ള എനിക്കറിയില്ല, ഏകദേശം കഴിയാനായി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ പാച്ചൊക്കെ ആയിട്ട് വല്ല ഷോട്ടുകൾ എടുക്കാണ്ടോന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവര് ലൈറ്റ് പോകുന്നൊരു സമയമായി, ഈവനിങ് സമയമാണ്. അപ്പോൾ മേക്കപ്പിലും കോസ്റ്റ്യൂമിലും ചേട്ടൻ വന്നിട്ട് നീ ഇവിടെ ഇരിക്കുകയാണോ, ബ്ലസ്സി സാർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ഒരു ഷോട്ട് എടുക്കാൻ ലൈറ്റ് പോകാനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ പ്രാങ്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ നേരെ ഓടിപ്പോയിട്ട് തലയൊക്കെ താത്തിയിട്ട് എൻ്റെ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടാണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എല്ലാവരും ഞാൻ നോക്കുമ്പോൾ ഇത് ബ്ലസ്സി സാറൊക്കെ വേഗം സെറ്റാവുന്നത്, നീ അവിടെ പോയിരിക്കാന്നൊക്കെ ഇത് ചീത്തയൊക്കെ പറയാം. ഞാൻ പേടിച്ചത് അയ്യോ ലൈറ്റ് പോലോ എന്നൊക്കെയുള്ള പെട്ടെന്ന് ധൃതിയിൽ ഇങ്ങനെ ഇരുന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന എല്ലാവരും കൈയടിക്കുന്ന. അപ്പോൾ എല്ലാവരും കൈയടിച്ച് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന കാണുന്നത്. അപ്പോൾ അന്ന് ബ്ലസ്സി സാറ് കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യം, വളരെ നന്നായിട്ട് ചെയ്തു, അതാണ് നീ ഇതിന് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ടൊരു സംഭവമൊക്കെ ചെയ്തു. രാജുവേട്ടന് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചെലവ് ചെയ്യണം, ഇത് ഇന്ന് രാത്രി ചെലവുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രാജുവേട്ടന് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ബാക്കി എല്ലാവരും ക്രൂലെല്ലാവരും കിട്ടുന്ന ഒരു സന്തോഷം അതെല്ലാം ഉണ്ട്. അല്ലേ, അണ്ടർസ്റ്റുഡ് ആണ്. ക്യാരക്ടർ സേഫ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ. അല്ല, അത് അവര് ബ്ലസ്സി സാറ് ഇപ്പൊ പറയേണ്ട ആവശ്യം, ഓരോ ഷോട്ട് കഴിയുമ്പോഴും ബ്ലസ്സി സാറിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് അതിന്റെ ഒരു റിയാക്ഷൻ ഇല്ലേ. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ബ്ലസ്സി സാറിന്റെ മുഖത്തെ ഞാൻ നോക്കും, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അത് ജസ്റ്റ് അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ബ്ലസ്സി സാറിന്റെ ഒരു മുഖത്തൊരു സന്തോഷം നമുക്ക് കാണാൻ പറ്റുമല്ലോ. ചില ഷോട്ടുകളും അവസാനം, അതിപ്പോൾ ഹക്കീമിന്റെ തന്നെ ആ സിനിമയിലെ തന്നെ അവസാന കുറച്ച് രംഗങ്ങളുണ്ട്, ഹക്കീമിന്റെ കഥാപാത്രത്തിന്റെ ഒരു രംഗങ്ങളുണ്ട് കുറച്ച്. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം സാറിന്റെ മുഖത്ത് ഉണ്ടായത് സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ട് അതുപോലെ തന്നെ ആ സീനിന്റെ ഒരു ഇന്റൻസിറ്റി കണ്ടിട്ടുള്ള ഒരു വികാരം അതും സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താ പറയാ, ആ ഒരു ഡയറക്ടർ അത്രയും മലയാളത്തിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അങ്ങനെ പറയാം. ഇപ്പോൾ ആളുടെ ഒരു സിനിമയിൽ ഒരു പിവോട്ടൽ റോള് ചെയ്യാൻ പറ്റിയതും അത് ആള് ചെയ്തത് ഇമാജിൻ ചെയ്തതിനേക്കാളും അപ്പുറം തന്നു എന്നാണ് സാറിനോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയാ, എന്നുള്ള ആക്ടറിന് കിട്ടിയ ഏറ്റവും വലിയൊരു ബൂസ്റ്റ്, ഒരു മൊറാൽ ബൂസ്റ്റ് ആണ് എന്നെ സംബന്ധിച്ച്. ശരിക്കും എന്നെ സംബന്ധിച്ചിട്ടും ഗോകുൽ എന്ന് പറയുന്ന ആളെ അറിയില്ല, ഹക്കീമിനെ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ വായിച്ചത് അനുസരിച്ചൊരു ഹക്കീമുണ്ട്, സ്വാഭാവികം. അപ്പോൾ നമ്മളെ ഒരു തിയേറ്റർ റെസ്പോൺസ് ആയാലും ഇപ്പം ഇൻക്ലൂഡഡ് എൻ്റെ റെസ്പോൺസ് ആയാലും അത് വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ എനിക്ക്
ഭയങ്കര സന്തോഷമുണ്ട് ഗൂഗിളിനെ ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ തന്നെ കിട്ടിയതില്ല. കാരണം എനിക്ക് നേരിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, മരുഭൂമിയാണ്, വേറൊരു നമ്മുടെ ഇതിൽ നിന്ന് എൻറ്റോളി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയറും എന്താ പറയുക കാലാവസ്ഥയും ടെമ്പറേച്ചറും ഒക്കെയാണ്. നിയർ അബൌട്ട് 50 and 52 അത്രയും ടെമ്പറേച്ചറൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പം അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നാണ്. അത് സ്വാഭാവികമായ, അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനപ്പുറം നിങ്ങൾ അവിടെ പോകുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതായത് ഹോംവർക്ക് ചെയ്യുന്നു, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറെടുപ്പുകൾ ഒരുപാടുണ്ട്. ഇതൊരു വലിയ ടാസ്ക് ആയിരുന്നില്ലേ? പിന്നെ മരുഭൂമിയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്ന കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. രാവിലെ ഹാഷ് ചൂടും രാത്രികളിൽ ഭയങ്കര തണുപ്പും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഞങ്ങൾ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എന്നെ മുന്നോട്ട് നയിച്ച ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നജീബിക്കും ഹക്കീമും ഒക്കെ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ്. അവർ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ശ്രമിക്കുന്നത്, സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അവരനുഭവിച്ച ചെറിയ ഇങ്ങനെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ യോഗ്യനല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എപ്പോഴും ഹാർഡ്ഷിപ്പുകൾ ഉണ്ടാകുമ്പോൾ, വെയിലടിക്കുമ്പോഴും തണുപ്പടിക്കുമ്പോഴും ഒക്കെ എപ്പോഴും മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പൊടിക്കാറ്റൊക്കെ എടുക്കുന്ന സീനുകളിൽ ആ സമയത്തൊക്കെ ആണെങ്കിലും, മണ്ണ് മൂടുന്ന സീനുകളൊക്കെ കുറെ മണ്ണ് ഒക്കെ വന്ന് ആക്കുന്ന കുറെ അധികം ഷോട്ടുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് നേരിട്ട് അനുഭവിച്ചതാണ്, റിയലായിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ആ ഒരു റിയാലിറ്റി തന്നെ നമുക്കും അനുഭവിക്കാൻ അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ കഥാപാത്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റി എന്നുള്ള രീതിയിലുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. ഹക്കീമിനെ, അതായത് ആദ്യം ഹക്കീമിനെ മിസ്സാവുന്നു, നജീബിനെ മിസ്സാകുന്നു, അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആരാ എന്ന് ചോദിച്ചിട്ട് ഹക്കീം ഞാനാ ഇക്ക, നജീബിക്ക എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന ഒരു സീനുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശരിക്കും ഷൂട്ട് ചെയ്തതും അത് തന്നെയായിരുന്നു? ആദ്യം ഷൂട്ട് ചെയ്തതും അതായത് ഇമോഷണലി ഭയങ്കര ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു സീനായിരുന്നു, അത് തന്നെയായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തതും? ഒരു ലീനിയർ ഓർഡർ തന്നെയാണ് ആ ഒരു സീൻ മൊത്തം ഷൂട്ട് ചെയ്തത്. ആദ്യം കണ്ടുമുട്ടുന്നതും മനസ്സിലാകാതെ അവൻ്റെ പിന്നീടാണ് നജീബിക്ക മനസ്സിലാക്കുന്നത് ഹക്കീമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തതും. ആ ഒരു സീൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഇമോഷണലായിട്ട് എഴുതുന്നൊരു സീൻ തന്നെയാണ് ആ ഒരു സെറ്റിലും. അതിനു വേണ്ടിയിട്ട് കുറേയധികം എല്ലാവരും അത് മനോഹരമാക്കാൻ വേണ്ടിയിട്ടൊരു എനിക്കൊന്ന് ബ്ലസ്സി സാർ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച ഹെവൻലി ഫീൽ എന്നാണ്. ആ ഒരു സമയത്തുള്ളൊരു ചുറ്റുപാടിന് ഹെവൻലി ഫീൽ വേണം എന്നുള്ളൊരു ഇൻപുട്ടാണ് എനിക്ക് തോന്നുന്നത് കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിൽ അത്ര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യുമ്പോൾ അത് നമ്മളും ആ സമയത്ത് ഒരു ഹക്കീം അങ്ങനെ ചിന്തിക്കുന്നു. അത് കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരാളെ കാണുന്ന പരിഭവം പറയുന്നതും, ഒരു കരച്ചിലും പണപൊട്ടി ഒഴുകുന്ന ഒരു കരച്ചിലും വികാരങ്ങളും, ആ ഒരു പരിഭവം പറയുന്ന ഒരു പോലെ എത്രയും കാലം എവിടെയായിരുന്നു നിങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന പോലെയുള്ളൊരു അങ്ങനെ ഒരു ഇമോഷണൽ പ്രോസസ്സ്, ഒരു മെൻ്റൽ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള രാജുവേട്ടൻ എന്നുള്ളൊരു ബ്രില്യൻറ്റ് ആക്ടർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറുടെ എന്താ പറയുക, അങ്ങനെ മുട്ടി ഒഴുകുന്നൊരു പെർഫോമൻസ് എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കാണുകയാണ്. ഓൾറെഡി ഈ തോട്ട് പ്രോസസ്സ് എൻ്റെ മനസ്സിലുണ്ട്. രാജുവേട്ടൻ ഇവിടുന്ന് അതേപോലെ നജീബിക്കായിട്ട് അഴിഞ്ഞാടുകയാണ്, ഇത് അഭിനയിച്ച് കാണിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അതും എന്താ പറയുക, രാജുവേട്ടൻ അവിടുന്ന് ഇങ്ങനെ ഇരട്ടിയിലധികം തരുമ്പോൾ എനിക്കും കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ ആയിപ്പോയതാണ്. ഒരു ഓർഗാനിക്കലി ഭയങ്കര രസകരമായിട്ട് എന്താ പറയുക, അത്രയും ഇമോഷണലായിട്ട് സംഭവിച്ചൊരു സീനാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു കരച്ചിൽ പോലെ എപ്പോഴും ഉണ്ട്. ആ ഒരു സീൻ എടുത്തതിന് ശേഷം ഒരു കരച്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മളെ മനസ്സിലൊരു വിങ്ങലുണ്ടാവില്ല. നമ്മൾ കരയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇവിടെ ഒരു നെഞ്ചിലൊരു കനം ഉണ്ടാവും, പിന്നെ അത് മെല്ലെ കയറിയിട്ട് ഇവിടെ എത്തും. ആ കനം തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നത് 2 ഷോട്ടുകൾ, പ്രത്യേകിച്ചും മനുഷ്യരെ വിട്ടിട്ട് ആനിമൽസിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട ഷോട്ടുകളാണ്. ഒന്ന് ഒട്ടകത്തോട് യാത്ര പറയുന്നത്, പിന്നെ ഒന്ന് ആട്ടിൻകുട്ടിക്ക് നോവലിന് വലിയ പ്രിഫറൻസ് ഉണ്ട്, വായിച്ചറിയാം. എന്നാലും അതങ്ങനെ ചുരുങ്ങിപ്പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയാം, ഇത് രണ്ടും ഓഡിയനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തത്, പ്രത്യേകിച്ചും ആനിമൽ ലവേഴ്സ്, പെറ്റ് ലവേഴ്സ് ഒക്കെ ആളുകൾക്ക്. പക്ഷെ അതൊരു മനുഷ്യന്
അവന് ഉണ്ടാക്കിയിരിക്കുന്ന സിറ്റുവേഷനിൽ വിടുതൽ കിട്ടാനും പ്രയാസമാണെന്ന് കാണിക്കുന്ന അത് വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, അത്തരമൊരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇപ്പം തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കാണുമല്ലോ, എന്തായിരുന്നു തിയേറ്റർ റെസ്പോൺസ്? തിയേറ്റർ ആ ഒരു സീനിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നജീബിക്കയുടെ ഒരു ജേണിയിൽ കൂടെ പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ബ്ലസ്സി സാർ ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് പ്രേക്ഷകനും ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഒരു സന്തോഷം വരികയാണ്, രക്ഷപ്പെടുകയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്തയാണ് വരുന്നത്. അപ്പോൾ ഹക്കീം അവിടെ വരുന്നുണ്ട്, തിടുക്കത്തിൽ ഓടി നടന്നിട്ട് വരുന്നുണ്ട്. ഹക്കീമിൻ്റെ ഒരു വെപ്രാളം, വാ പോവാമെന്നുള്ളൊരു വെപ്രാളം, അതായിരിക്കും ചിലപ്പോൾ പ്രേക്ഷകനും അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഹക്കീം നടന്നു വരുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷനാണ് ആ സമയത്ത് എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു ഫീലിംഗ്. ഏതായാലും ആടുജീവിതം യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഹക്കീമിനായാലും പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ആണെങ്കിലും, അതല്ലെങ്കിൽ അതിലുള്ള ഓരോ ഫ്രെയിം, ഒരു സെപ്പറേറ്റ് ക്യാൻവാസ് എന്ന് വേണം പറയാൻ. അപ്പോൾ അത് ആശാവഹമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.